നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയോരത്ത് ഒഴിപ്പിക്കാൻ നടപടികൾ തുടങ്ങി. റവന്യൂ വകുപ്പ് നീക്കുന്നത് കയ്യേറി നിർമ്മിച്ച വീടുകളും കെട്ടിടങ്ങളും. അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പ്രദേശവാസികൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC നിരീക്ഷകർ MLA-മാരെ കാണും. ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായവും തേടും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. ജനങ്ങളോട് തെറ്റേറ്റു പറയണമെന്ന് കേന്ദ്ര നേതൃത്വം. കണക്കുകൾ നിരത്തി തോൽവി ലഘൂകരിക്കരുതെന്നും ആവശ്യം. തോൽവി വിലയിരുത്താൻ ഇന്ന് LDF യോഗം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. TVKയോട് കടുംപിടുത്തം തുടർന്ന് ഗവർണർ. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാനാകാതെ വിജയ്ക്കെതിരെ ഒരുമിക്കാൻ ദ്രാവിഡ കക്ഷികളുടെ നീക്കം. ബംഗാളിൽ വ്യാപക ആക്രമം. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ 4-അംഗ സംഘം വെടിവെച്ചു കൊന്നു. പിന്നിൽ തൃണമൂലെന്ന് BJP. രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട് തൃണമൂൽ സുപ്രീം കോടതിയിലേക്ക്. സ്ഥിതി ചർച്ച ചെയ്യാൻ BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തിൽ രാജ്യം. അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചയിൽ വൻ പുരോഗതി. US നിർദ്ദേശങ്ങളിൽ ഇറാൻ ഇന്ന് മറുപടി നൽകിയേക്കും. ഇറാൻ തീരത്തേക്ക് പോയ ഓയിൽ ടാങ്കറിന് നേരെ US ആക്രമണം. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യമായി പോകുന്നത് ഇടുക്കി പൂപ്പാറയിലേക്കാണ്. അവിടെ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പൊളിക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത കനത്ത പോലീസ് കാവലുണ്ട് അവിടെ. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. പൊളിക്കുന്നവയിൽ 3 ആരാധനാലയങ്ങളുമുണ്ട്. പ്രിൻസ് P. ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, അവിടെ ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പ്രിൻസിലേക്ക് പോകാം. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കുമെന്നാണ് ലഭിച്ച വിവരം. അവിടെ ഇപ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കാവലുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊളിക്കുന്നവയിൽ 3 ആരാധനാലയങ്ങളുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും വിശ്വാസികളുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകും നിരോധനാജ്ഞയും പോലീസ് കാവലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ തന്നെ അവിടെ മറ്റാളുകളുടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. അതിൽ 56 ഉടമകൾ പൊളിച്ചു നീക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. 500 പോലീസുകാരെയാണ് സംഭവസ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളത്. നിരോധനാജ്ഞയും ഒപ്പമുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ തുടർന്നാണിപ്പോൾ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 2007 മൂന്നാർ പൊളിക്കലിന് ശേഷം ഇടുക്കിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കയ്യേറ്റം ഒഴിപ്പിക്കൽ കൂടിയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 2024 3 ആരാധനാലയങ്ങൾ ഉൾപ്പെടെ 56 കെട്ടിടങ്ങളായിരുന്നു അന്ന് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോൾ 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. അതിൽ 56 അത്
അതിൻ്റെ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ളവയായിരിക്കും റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നത്. ഇതിനെതിരെ ഉടമകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി അത് തള്ളുകയായിരുന്നു. അതിനുശേഷം ഏറ്റെടുത്ത കെട്ടിടങ്ങളിൽ കഴിഞ്ഞിരുന്ന 29 കുടുംബങ്ങളോട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 24 മണിക്കൂറിൽ ഒഴിയണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസവും നോട്ടീസ് നൽകി. അതും അവഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി അവിടെ പുരോഗമിക്കുകയാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, അവിടെ ഇപ്പോൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പ്രധാനമായും പൊളിച്ചു നീക്കുന്നവയിൽ ആരാധനാലയങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ പൂപ്പാറയിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 500ഓളം പോലീസുകാരുടെ നേതൃത്വത്തിലാണ് റവന്യൂ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വലിയ റവന്യൂ സംഘമുണ്ട്. അങ്ങനെയാണ് നിലവിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 2024 ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പൂപ്പാറയിൽ പന്നിയാർപ്പുഴയോട് ചേർന്നുള്ള വിവിധ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അന്ന് മേഖലയിൽ പൂപ്പാറ ടൗണിൽ റോഡിനോട് ചേർന്ന് പന്നിയാർപ്പുഴയിൽ ഇറക്കി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അന്ന് 88ഓളം വ്യാപാര സ്ഥാപനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അവരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ മേഖലയിലെ പുഴയോട് ചേർന്ന് താമസിച്ചിരുന്ന ആളുകളോട് താൽക്കാലികമായി ഇവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ നിന്ന് മാറണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാതെ ഇവിടെ ആളുകൾ മാറാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുൻപോട്ട് എത്തിയിരിക്കുന്നത്. നിലവിൽ 29 വീടുകളാണ് ഇവിടെ ഒഴിപ്പിക്കുന്നത്. ഒപ്പം പുഴയോരത്ത് നിലനിൽക്കുന്ന 3 ആരാധനകൾ അടക്കമുള്ള നിർമ്മാണങ്ങളും പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില വീടുകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നാട്ടുകാർ തന്നെ എടുത്തുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വീട്ടുകാർ ഇവിടുന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ റവന്യൂ വകുപ്പ് കണ്ടെത്തിയ ഒരു കണക്ക് പ്രകാരം പല വീടുകൾക്കും ഈ വീട്ടുകാർക്കും മറ്റു ഭൂമിയുണ്ടെന്നൊക്കെ റവന്യൂ വകുപ്പ് വിലയിരുത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും മറ്റ് വീടുകളോ സ്ഥലമോ ഇല്ലാത്തവരാണെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ വലിയ തോതിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ എത്തിയിരുന്നു. തുടർ സമരങ്ങളിലേക്ക് ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ഇത്തരത്തിൽ നടപടികൾ അനുവദിക്കാതെ നാട്ടുകാർ ഇവിടുന്ന് ഒഴിവാക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുള്ളത്. ഒപ്പം അടുത്ത ദിവസം KSEB അധികൃതർ ഒപ്പം എത്തുകയും ഇവിടെ നിന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലും നാട്ടുകാർ പ്രതിഷേധമായി എത്തിയിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ തന്നെ റവന്യൂ വകുപ്പ് വലിയ സംഘമായി എത്തി ഇവിടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പോലീസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ SP-യുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒപ്പം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ പൂപ്പാറ മേഖലകളിലൊക്കെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളൊന്നും മറ്റു മേഖലയിൽ ഈ ടൗണിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. വാഹന ഗതാഗതവും അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള വാഹന ഗതാഗതം അല്ലാതെ മറ്റു വാഹന ഗതാഗതങ്ങളൊന്നും ഈ മേഖലയിലൂടെ നിലവിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. പൂർണ്ണമായും 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികളാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാരശാലകൾ നേരത്തെ മുൻപ് തന്നെ സ്ഥാപനങ്ങൾ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ഒഴിപ്പിക്കലിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടുന്ന് പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ ഈ വീടുകളിലൂടെ ഇവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. ഇവർ മാറാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ നിന്നും ആളുകൾ സാധനങ്ങൾ സ്വമേധയാ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ വ്യാപാരശാലകളിൽ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചൊരു കാലഘട്ടത്തിലും ഇവിടുന്ന് സാധനങ്ങൾ മാറ്റി വരുന്നു. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സമാധാനപരമായാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുന്ന അടക്കമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പം വീടുകൾക്കൊപ്പം 29 വീടുകളാണ് പൊളിച്ചു നീക്കുന്നത്. അതിനോടൊപ്പം 3 ആരാധനാലയങ്ങൾ, ഒരു ദേവാലയം, ഒരു ക്ഷേത്രം ഉൾപ്പെടെയുള്ള 3 ആരാധനാലയങ്ങൾ ഇവിടെ നിന്ന് പൊളിച്ചു നോക്കും. ഇതും പന്നിയാർപ്പുഴയോട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും കുമ്മളി മൂന്നാർ പാതയിലും പൂപ്പാറ രാജാക്കാട് പാതയോടും ചേർന്നാണ് പന്നിയാർപ്പുഴയിൽ ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് റവന്യൂ വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും പൂർണ്ണമായും നിരവധി കെട്ടിടങ്ങളുണ്ട്, നിരവധി വീടുകളുണ്ട്. ഇവയെല്ലാം പൂർണ്ണമായും ഒഴിപ്പിച്ച് പുഴയോരത്തെ മുഴുവൻ നിർമ്മാണങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പകര സംവിധാനം ഒരുക്കാതെയുള്ള നടപടികളിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലാക്കാതെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന്
വ്യാപാരികൾ ഒഴിപ്പിച്ചൊരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഈ ആളുകളെ പുനരധിവസിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും വ്യാപാരികൾക്കായി ഉപ്പാറ ടൗണിനോട് ചേർന്ന് ചാത്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അവിടേക്ക് ഇവരെ പുനരധിവസിക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും അതിനുള്ള നടപടികളൊന്നും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങളെ ഒന്നും ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചില്ല. അന്ന് 88 വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഒപ്പം നിരവധി തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രധാനമായ ഒരു പട്ടണമാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് കയറി വരുമ്പോൾ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് എത്തുന്ന ഹൈറേഞ്ചിലെ ആദ്യ പട്ടണങ്ങളൊന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതും അവിടെ നിരവധി തൊഴിലാളികളുണ്ടാണ്. ആ തൊഴിലാളികൾക്കൊക്കെ ജോലി നിലനിർത്തുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ അന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എങ്കിലൊന്ന് പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ പോലും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. പ്രാഥമിക നടപടികൾ പോലും പൂപ്പാറ ടൗണിനോട് ചേർന്ന് റവന്യൂ വകുപ്പിന് പഞ്ചായത്തിന് ഭൂമി ഉണ്ടെങ്കിൽ പോലും ഇവിടേക്ക് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. വീട്ടുകാരെ മാറ്റാതെ ഇവിടെ നിന്ന് അവർക്ക് പുനരധിവാസത്തിന്റെ നടപടികൾ സ്വീകരിക്കാതെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടപടികളെല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലുമാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുൻപോട്ട് പോകുന്നത്. അനുശ്രീ പ്രിൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ, അതോ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതുപോലെ തന്നെ ഈ 88 കെട്ടിടങ്ങളും ഇന്ന് തന്നെ പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കത്തിലാണോ റവന്യൂ വകുപ്പ്? പ്രധാനമായും 88 വ്യാപാര സ്ഥാപനങ്ങൾ, 30ഓളം വീടുകൾ, 3 ആരാധനാലയങ്ങൾ, ഒരു ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ ഇവയൊക്കെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. പ്രത്യേകിച്ചും പന്നിയാർപ്പുഴയിൽ, പ്രത്യേകിച്ചും പൂപ്പാറ ഈ ടൗണിനോട് ചേർന്ന് പന്നിയാർപ്പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അതായത് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള നിർമ്മാണങ്ങളുണ്ട്. ഒപ്പം പൂപ്പാറ രാജാക്കാട് പാതയോട് ചേർത്തുള്ള നിർമ്മാണങ്ങളുണ്ട്. ഇങ്ങനെ ഈ 2 റോഡിന്റെ പാത ചേർന്നുമാണ് ഈ പന്നിയാർപ്പുഴയോട് ഇറക്കി നിരവധി നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നത്. അവയെല്ലാം പൊളിച്ചു നീക്കാനുള്ള നടപടിയാണ് റവന്യൂ വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുൻകാലങ്ങളിലും ഉയർന്നിരുന്നു. അതായത് ഈ പുഴ കയ്യേറിയുള്ള നിർമ്മാണങ്ങൾക്ക് നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ അലഭാവം വഹിക്കുന്നത് വലിയ തോതിലുള്ള ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ മുൻകാലങ്ങളിലൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ചും പന്നിയാർപ്പുഴ മലിനമാകുന്ന ഒരു സാഹചര്യമൊക്കെ മുൻകാലങ്ങൾ വലിയ പ്രതിഷേധത്തിന് ഇടവഹിക്കുന്നു. എന്നാലും ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും വീടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ വില്ലേജിന്റെ ഒരു കണക്ക് പ്രകാരം 10ഓളം വീടുകൾക്ക് മാത്രമാണ്, 10ഓളം കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടില്ലാത്തത് എന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാർ പറയുന്നത് പല ആളുകൾക്കും പല കുടുംബങ്ങൾക്കും വീടില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്, ഭൂമിയില്ല എന്നുള്ള സാഹചര്യമാണ്. അതിനനുസരിച്ച് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്ര കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ പൂപ്പാറ മേഖലകളിൽ ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്നവരെല്ലാം പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ തലമുറകളായി ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ പലർക്കും വീടില്ലാത്തൊരു സാഹചര്യം, മറ്റു വീടില്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും റവന്യൂ വകുപ്പിന്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് വീടില്ല എന്ന് തന്നെ അവർ കണ്ടെത്തിയിട്ടില്ല. അവരെ പോലും പുനരധിവസിപ്പിക്കാനുള്ള കൃത്യമായ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ പ്രിൻസ്, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ 3 ആരാധനാലയങ്ങൾ കൂടി പൊളിക്കുന്ന കെട്ടിടങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനുള്ള അല്ലെങ്കിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? അത് റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്നതല്ലേ? റവന്യൂ വകുപ്പായിരിക്കില്ലേ അത് പൊളിച്ചു നീക്കാനുള്ള സാധ്യത? അനുശ്രീ, കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇവിടുത്തെ സാഹചര്യം ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും നാട്ടുകാർ ദേശീയപാതയിൽ പാത വിരിച്ചുകൊണ്ട് സമരം ആരംഭിക്കുമെന്നുള്ള ഒരു പ്രതിസന്ധി ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നു. ഒപ്പം തുടർ നിരാഹാര സമരം അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നൊക്കെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം സമരങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം, പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴുമാണ് പെട്ടെന്ന് തന്നെ ഇന്ന് പുലർച്ചെ തന്നെ ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുമ്പിലേക്ക് വന്നത്. വലിയ ഒരു പോലീസ് സന്നാഹത്തോടെയാണ് ഈ റവന്യൂ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 500ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മൂന്നാർ SP-യുടെ നേതൃത്വത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മേൽനോട്ടത്തിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇവിടെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു റവന്യൂ സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു പ്രതിഷേധ സമരത്തിലേക്കൊക്കെ നീങ്ങാതെ ഒപ്പം 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്
തന്നെയുണ്ട്. മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകൾക്കൊന്നും ഇവിടേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റ് പ്രതിഷേധത്തിലേക്കൊന്നും മുതിരാതെ ഇപ്പോൾ സമാധാനപരമായി സാധനങ്ങൾ അവരുടേതായ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഗൃഹോപകരണങ്ങളൊപ്പം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമായി മാറ്റുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റ് മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഇവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കുറിച്ച് വ്യക്തതയില്ല. ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്നതിനുള്ള നടപടികളാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. പലർക്കും ഭൂമിയില്ല എന്നുള്ളൊരു പ്രതിസന്ധി നിലവിലുണ്ട്. റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിൽ തന്നെ 10 പേർക്ക് ഭൂമിയില്ല എന്ന് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയത്. അതായത് ഈ മേഖലയിൽ 29 വീടുകളുണ്ടെന്നാണ് പറയുന്നത്. വീട്ടുകാരുണ്ടാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അവരിൽ ഈ 10ഓളം വീടുകൾ കുടുംബങ്ങൾക്ക് മറ്റ് വീടുകളോ മറ്റ് മാർഗങ്ങളോ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ പുനരധിവാസം കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ നാളുകളായാലൊക്കെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. അതിന് കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതും വ്യക്തമാണ്. പ്രത്യേകിച്ചും 2 വർഷങ്ങൾക്ക് മുൻപ് ഈ നടപടി ആരംഭിച്ചൊരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു. പൂപ്പാറ ടൗണിനോട് ചേർന്ന് പഞ്ചായത്ത് വക ഭൂമിയിൽ ഇവർക്ക് പുനരധിവാസത്തിലുള്ള നടപടികൾ ആരംഭിക്കുന്നു. ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അവരെ അവിടേക്ക് മാറ്റുമെന്നൊക്കെ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നു. അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും ഇതിനായിട്ടുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചില്ല. അതോടൊപ്പം അന്ന് ഇവിടെ തുടരാൻ അനുവദിച്ച ഈ കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. ഏതാനും നാളുകളായി ഇവർക്ക് നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു. ഇവർ മാറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകുന്നത്. എന്തായാലും പക്ഷേ ഇവരെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പോ ജില്ലാ ഭരണകൂടമോ ഒന്നും സ്വീകരിച്ചില്ല. അത് വലിയ പ്രതിഷേധത്തിന് വരും ദിവസങ്ങൾ ഇടയാക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ സമാധാനപരമായാണ് നാട്ടുകാർ ഈ വീട്ടുപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അനുശ്രീ. ശരി, ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 88 കെട്ടിടങ്ങളാണ് പൊളിക്കേണ്ടത്. ഇപ്പോൾ അവിടെ കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് പി ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ രാവിലെ 10:00 ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക. ACC നിരീക്ഷകരായി കേരളത്തിലെത്തിയ മുഗൾ വാസ്നിക്കും അജയ് മാക്കനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്നറിയാൻ ഓരോ MLA-മാരെയും തനിച്ച് കണ്ട് അഭിപ്രായം തേടും. MP-മാരുമായും മുൻ KPCC അധ്യക്ഷന്മാരുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ഇവർ കൂടിക്കാഴ്ച നടത്തും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, കോൺഗ്രസിൽ ഇപ്പോൾ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് AICC നേതൃത്വം കേരളത്തിലേക്ക് എത്തുന്നത്. MLA-മാരുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കാൻ. ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായം മാത്രം കണക്കിലെടുത്താകുമോ തീരുമാനമുണ്ടാവുക, അതോ മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ചാകുമോ ഈ തീരുമാനത്തിലേക്ക് എത്തുക? ഔപചാരികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ അവർ ആർക്കൊപ്പമാണ് നിലയുറപ്പിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നതിന് വേണ്ടി, അത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിൻ്റെ 2 പ്രതിനിധികൾ ഇന്നലെ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. അനൗദ്യോഗികമായി ഇന്നലെ എല്ലാ MLA-മാർക്കും രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെത്താൻ. അങ്ങനെ MLA-മാർ ഇന്നലെ തന്നെ ഭൂരിപക്ഷം MLA-മാരും കോൺഗ്രസ് MLA-മാരും തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. രാവിലെ 10:00-ക്കാണ് അജയ് മാക്കാൻ്റെയും അതോടൊപ്പം തന്നെ മുഗൾ വാസ്നിക്കിൻ്റെയും സാന്നിധ്യത്തിൽ ഈ ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരുക. അവിടെ ഈ 63 MLA-മാരെയും നേരിൽ കണ്ട് ഓരോരുത്തരെയായി പ്രത്യേകം കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്ന കൃത്യമായ നിലപാട് അവർ ആരായും. അതിനുശേഷമായിരിക്കും മുതിർന്ന നേതാക്കളുമായും KPCCയുടെ മുൻ അധ്യക്ഷന്മാരുമായും അവർ കൂടിക്കാഴ്ച നടത്തുക. കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി അംഗമായ AK ആന്റണിയുമായി സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹവുമായി ഇന്നലെ വൈകിട്ട് തന്നെ അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷിക്കുന്ന മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് ഘടകകക്ഷികളുടെ പ്രതിനിധികളുമായി കൂടി ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവരുടെ അഭിപ്രായം കൂടി തേടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷം അവർ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. എന്തായാലും ഒരാഴ്ചക്കകം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരാഴ്ചക്കകം തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒടുവിലത്തെ സൂചനകൾ. ഞാൻ അതുപോലെ തന്നെ ഈ സീനിയോറിറ്റി കണക്കിലെടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതൽ. അതിനുള്ള നീക്കങ്ങളും രമേശ് ചെന്നിത്തല നടത്തുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? അത്തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെയൊക്കെ രഹസ്യമായി കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 2021 അസാധാരണമായ ഒരു സാഹചര്യം കാരണമാണ് സംസ്ഥാനത്ത്
ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ വീഴ്ചയല്ല. അന്ന് ഈ കോവിഡ് മഹാമാരി നിലനിന്നിരുന്നത് മൂലമുണ്ടായ പ്രതിസന്ധികൾ പലതുണ്ടായിരുന്നു. സംഘടനാ തലത്തിലടക്കം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ നേരത്തെ തന്നെ ഒരുക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ വിശദീകരിച്ചതാണ്. മാത്രമല്ല അന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ സാഹചര്യം ഒരു വാക്കുപോലും പറയാതെയാണ് തന്നെ മാറ്റിയത്. ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ പിന്തുണ തനിക്കുണ്ടായിരുന്നു. മാറ്റരുത് എന്ന് ഉമ്മൻചാണ്ടി അടക്കം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് തൻ്റെ വാക്ക് കേൾക്കാതെ തന്നെ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് ചെന്നിത്തല ദേശീയ നേതാക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പോലും അന്ന് പാർട്ടിക്കെതിരെ താൻ നിലപാടെടുത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാവെന്ന നിലയിൽ തൻ്റെ ഭരണപരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ട് രാജീവ് ഗാന്ധിയുമൊക്കെയായുള്ള ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ട് കെ കരുണാകരൻ്റെ ശിഷ്യനാണ് താനെന്ന കാര്യം മറക്കാതെ പോകരുത് എന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വേണ്ടി ക്ലെയിം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ.സി. വേണുഗോപാലിനാണ് ഈ MLA-മാരിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ളത്. കെ.സി. വേണുഗോപാൽ പക്ഷം ശക്തമായി തന്നെ അദ്ദേഹത്തെ സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി എത്തിക്കാനുള്ള നീക്കം വളരെ സജീവമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വേണ്ടി സതീശൻ ക്യാമ്പും വലിയ തരത്തിലുള്ള പ്രചാരണം, അതായത് സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ ഈ വാക്പോര് അല്ലെങ്കിൽ സതീശന് വേണ്ടിയുള്ള മുറവിളി അത് സമൂഹ മാധ്യമത്തിലടക്കം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു അഭിപ്രായം കൂടുതലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത്ര വലിയൊരു വിജയം UDF-ന് ലഭിക്കാനുള്ള വഴി തെളിച്ചത് വി.ഡി. സതീശനാണെന്നൊരു അഭിപ്രായം സമൂഹ മാധ്യമത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കില്ല ആരാകണം മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് എത്തുക. സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനുമൊക്കെ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പാർട്ടിക്ക് പാർട്ടിയുടേതായ നടപടിക്രമങ്ങളും ചിട്ടവട്ടങ്ങളുമുണ്ട്. അതനുസരിച്ച് മാത്രമാകും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന പ്രചാരണത്തിലൂടെയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തുന്ന പ്രചാരണങ്ങൾ ഓരോ നേതാക്കളോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ അവരെ അനുകൂലിക്കുന്നവർ നടത്തുന്ന പ്രചാരണം മാത്രമായാണ് നേതൃത്വം കാണുന്നത്. സമാനമായ തരത്തിൽ സൈബർ ഇടങ്ങളിൽ മറ്റ് നേതാക്കൾക്ക് വേണ്ടിയും ഈ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു തരത്തിലും ഒരു കാരണമായി ന്യായമായി കണക്കിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഏത് നിലപാടായിരിക്കും ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളെ MLA-മാർ അറിയിക്കുക എന്നത് നിർണായകമാണ്. അതിനുശേഷം ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്താനാണ് നിലവിലെ സാഹചര്യം. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഗാന്ധി കുടുംബം എടുക്കുന്ന നിലപാട് തന്നെയാകും ഈ വിഷയത്തിൽ അവസാന വാക്കായി മാറുക. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി എടുക്കുന്ന നിലപാടായിരിക്കും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോട്ടയത്ത് വി.ഡി. സതീശനായി പന്തം കൊളുത്തി പ്രകടനം. കോട്ടയം പമ്പാവാരിയിലാണ് പ്രകടനം നടന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മുൻ പഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് ഉൾപ്പെടെയുള്ളവർ പ്രകടനത്തിന്റെ ഭാഗമായി. കോട്ടയം പ്രസ് ക്ലബിന് മുൻപിൽ വി.ഡിയെ അനുകൂലിച്ച് ഫ്ലക്സും സ്ഥാപിച്ചു. കൊച്ചിയിൽ കച്ചേരിപ്പടിയിലും സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന CPM-ൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. പാർട്ടി നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയെന്ന് തന്നെ വിലയിരുത്തണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം. ജനങ്ങളോടും തെറ്റേറ്റു പറയണം. കണക്കുകൾ നിരത്തി തോൽവി ലഘൂകരിക്കരുതെന്നും 12 മണിക്കൂർ നീണ്ട CPM സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര നേതൃത്വം. അതേസമയം ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ നേതാവ് ചർച്ച തുടരുകയാണ്. ചെറിയ കാലയളവിലേക്കെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. എന്നാൽ പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കരുതെന്നും പുതുമുഖം വരണമെന്നുമാണ് CPI ആവശ്യം. ഇത് തള്ളിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ CPI ഇടപെടില്ലെന്ന് വ്യക്തമാക്കി. ഇന്ന് LDF യോഗം ചേരും. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, സംസ്ഥാന CPM-നെതിരെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നൊരു അഭിപ്രായം അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ കൂടി ഇത് ബാധിക്കാനുള്ള സാധ്യതയില്ലേ?
കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തോൽവി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അത്തരം വിമർശനം ഉയർന്നിട്ടുമില്ല. 10-11 തീയതികളിലാണ് പൊളിറ്റ് ബ്യൂറോ യോഗം ചെയ്യുന്നത്. അവിടെ മാത്രമേ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്താണ് മാരത്തൺ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. സാധാരണഗതിയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾ രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് അവസാനിക്കുന്ന പതിവാണ്. ഇന്നലെ പക്ഷേ അത് രാത്രി 11 മണിവരെ നീണ്ടുപോയി. ഏതാണ്ട് 12 മണിക്കൂർ അത് നീണ്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്നലെ സിപിഎം AK സെന്ററിൽ ചേർന്നത്. അവിടെയാണ് കേന്ദ്ര നേതൃത്വം കുറച്ചുകൂടി കർശന ഇടപെടൽ ഈ സംസ്ഥാന പാർട്ടിയിൽ നടത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തോൽവി വളരെ ഉപരിപ്ലവമായുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോയാണ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇത്തവണ അതുപോരാ. എല്ലാ കാര്യങ്ങളും ആഴത്തിൽ പരിശോധിക്കണം. എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്ത മുഴുവൻ സെക്രട്ടറി അംഗങ്ങളും വിശദമായി തന്നെ തങ്ങളുടെ അനുഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായ കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് വ്യക്തമാക്കണമെന്ന് MABB ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്ര സമയം അധികം നീണ്ടുപോയത്. കണക്കുകൾ നിരത്തി കാര്യങ്ങൾ ലഘൂകരിക്കുന്ന വോട്ട് കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അത്ര കടുത്ത തോൽവിയല്ല എന്ന് ന്യായീകരിക്കാനുള്ള ശ്രമം CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. അത് ഇത്തവണ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകി ജനങ്ങളോട് തെറ്റ് ഏറ്റുപറയണം. ആ രീതി ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുണ്ടാക്കി അത് താഴേക്ക് അയക്കുന്ന രീതി ഒഴിവാക്കണം. പകരം കീഴ്ഘടകങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്ത് മുകളിലേക്ക് വന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി നിർദ്ദേശവും ഉണ്ടായി. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായിരുന്നു. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ അവസരമൊരുക്കണം ചർച്ചകളിലെന്ന്. CPM-ന്റെ സംഘടനാ രീതി തന്നെ അതാണ്. പക്ഷേ അങ്ങനെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകാറില്ല. അത്തരം അഭിപ്രായ സ്വാതന്ത്ര്യം CPM-ൽ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നേതാക്കൾ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ ആ രീതിയിലുള്ള അഭിപ്രായം പറയാൻ അവസരമൊരുക്കണം. എല്ലാം തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാകണമെന്ന ഒരു കർശന നിർദ്ദേശം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കഴിഞ്ഞ ഏതാണ്ട് 28 വർഷമായി CPM-ലെ അവസാന വാക്കായി VS അച്യുതാനന്ദന്റെ കാലത്തെ ചില എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചാൽ അവസാന വാക്കായിരുന്നു പിണറായി. അത്ര ശക്തനായിരുന്നു. അത് ഭരണത്തിലും 10 വർഷം ഭരിക്കുമ്പോഴും അതുപോലെ പാർട്ടിയിലും ശക്തനായിരുന്നു. പക്ഷേ പിണറായിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വന്നു. പിണറായിയുടെ ശൈലി പലപ്പോഴും പ്രശ്നങ്ങൾക്കിടയാക്കി. സംസ്ഥാന സെക്രട്ടറിക്ക് അത് രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനാണ് സംസ്ഥാന സെക്രട്ടറി ഇടപെടലുകൾ വാക്കുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടതെന്ന വിമർശനം ഉയർന്നു. കീഴ്ഘടകങ്ങളിലാകട്ടെ സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാറണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇതിനിടയിലാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചകളും CPM-ൽ ചൂടുപിടിക്കുന്നത്. പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്നൊരു ഭാഗം പറയുമ്പോൾ സമ്പൂർണ്ണമായും തലമുറ മാറ്റം വേണമെന്ന ആവശ്യവും CPM-ലുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്നലെ കാര്യമായ ചർച്ച സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. 10-11 തീയതികളിൽ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ ചേരുന്നുണ്ട്. ആ യോഗങ്ങളിലാകും അതിലൊരു ധാരണ ഉണ്ടാകുക. ഒന്നുകിൽ പിണറായി വിജയൻ ഒരു ചെറിയ ടൈമിലേക്കെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. KN ബാലഗോപാൽ ഉപനേതാവായി വരും. അല്ലെങ്കിൽ KN ബാലഗോപാൽ തന്നെ പ്രതിപക്ഷ നേതാവുകയും CPM-ന്റെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെന്റർ തന്നെ ഒന്ന് അഴിച്ചുപണിയാൻ അല്ലെങ്കിൽ നേതാക്കൾ കൂടുതൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത. P. രാജീവരെ പോലെ നേതാക്കളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിർദ്ദേശം കൂടി പക്ഷേ വന്നേക്കും. അങ്ങനെ സമ്പൂർണ്ണമായ ഒരു അഴിച്ചുപണിയിലേക്കും വളരെ ഗഹനമായ ചർച്ചകളിലേക്കും CPM കടക്കുകയാണ്. ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. 11 മണിക്കാണ് മുന്നണി യോഗം. തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് തോൽവിയാണ് മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. നിയമസഭയിലെ ഇടതുമുന്നണിയുടെ പാർട്ടികളുടെ എണ്ണം 3 ചുരുങ്ങിയിരിക്കുന്നു. CPM-ഉം CPI-യും RJD-യും മാത്രമായി ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളുടെ പ്രാതിനിധ്യം സഭയിൽ കുറയുന്നു. അത്ര ഗുരുതരമായ സാഹചര്യമുണ്ട്. ഘടകകക്ഷികൾ അവരുടെ നിലപാടുകൾ ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. ഈ സാധാരണഗതിയിൽ നിയമസഭയിൽ ഉപനേതാവ് എന്നൊരു സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു സ്ഥാനമില്ല. പക്ഷേ 2014 കോടിയേരി ബാലകൃഷ്ണൻ VS പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഉപനേതാവായിരുന്നു. ഇത്തവണ ആ ഉപനേതാവ് സ്ഥാനം CPI ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ CPM നിലപാടെന്താകും എന്നതും വളരെ ശ്രദ്ധേയമാണ്. അരുൺ, അതുപോലെ തന്നെ ഈ CPI-യിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുത് എന്നൊരാവശ്യം CPI ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ബിനോയ് വിശ്വം CPI ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞെങ്കിലും അതൊരാവശ്യമായി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അതുകൂടി പരിഗണിച്ചായിരിക്കില്ലേ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തുക? ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം ഇതിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പുറത്തു വന്നത്. CPI-യുടെ ചർച്ചകളിൽ വളരെ ശക്തമായ തന്നെ ആവശ്യം പിണറായി ഇനി നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്. പിണറായിയുടെ ശൈലി, പിണറായിയുടെ കടുംപിടുത്തം, പിണറായിയുടെ പല പ്രയോഗങ്ങളും അതൊക്കെ തന്നെയാണ് തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി CPI വിലയിരുത്തിയത്. അതുകൊണ്ട് പുതിയ നേതൃത്വത്തിലേക്ക് വരണം, പുതുതലമുറ നയിക്കട്ടെ എന്ന അഭിപ്രായം
CPI-യിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു സംസ്ഥാന സെക്രട്ടറി. ഇന്നലെ അദ്ദേഹം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമ വാർത്തകളെ തള്ളിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കാനുള്ള അവകാശം CPM-നാണ്, അത് അവർക്കുള്ള അധികാരമാണ്, അവിടെ CPI ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. പക്ഷേ CPI-യിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന ആവശ്യം ശക്തമായി തന്നെയുണ്ട്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 6 മാസത്തേക്ക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. അതേസമയം DMK സർക്കാരിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. അതേസമയം ചെറു പാർട്ടികളെ ഒപ്പം ചേർത്ത് കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ള ശ്രമത്തിലാണ് TVK. AADMK-യിൽ വിജയെ പിന്തുണയ്ക്കുന്നതിൽ ഭിന്നത രൂക്ഷമാണ്. ഒരു വിഭാഗം MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, കേവല ഭൂരിപക്ഷം തികയ്ക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണ് ഇപ്പോൾ TVK. അതുപോലെ തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് കടുംപിടുത്തം തുടരുകയാണ്. അപ്പോഴാണ് MK സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത്. എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യം? ഇപ്പോൾ DMK-യും അതുപോലെ തന്നെ ADMK-യുമായി ഒന്നിച്ചുകൊണ്ട് TVK-ക്കെതിരെ ഒരു ദ്രാവിഡ ബദലായി മുന്നോട്ട് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ്റെ ഒരു അഭിമുഖം പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ ചില വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത് TVK സർക്കാർ ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കും, അതിനുശേഷം 6 മാസം ഇത് നിരീക്ഷിക്കുമെന്നും MK സ്റ്റാലിൻ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കാനോ തങ്ങൾ അതിന് അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ TVK സർക്കാർ ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ TVK-യുടെ നീക്കങ്ങൾ 6 മാസത്തോളം നിരീക്ഷിക്കുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന ചില ക്ഷേമ പദ്ധതികൾ അത് TVK തുടരണമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. അതിൽ ചില പദ്ധതികൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ കുടുംബനാഥന്മാർക്ക് നൽകി വരുന്ന 1000 രൂപ ധനസഹായം, ഇത്തരം സഹായങ്ങൾ തുടരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ TVK-യുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രകടന പത്രികയിൽ TVK-യുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം കൂടി സ്റ്റാലിൻ ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് നൽകുന്ന ധനസഹായം, അതുപോലെ തന്നെ സൗജന്യ LPG ഗ്യാസ് പദ്ധതി, ഇതെല്ലാം നടപ്പിലാക്കുന്നതിലുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ TVK മറ്റ് പാർട്ടികളെ ഒപ്പം കൂട്ടാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് സജീവമായി തന്നെ തുടരുകയാണ്. ADMK-യിലുള്ള ഒരു വിഭാഗം MLA-മാരുമായിട്ട് ചർച്ച നടത്തിയതായിട്ടുള്ള അഭിമുഖമുണ്ട്. ഏതാണ്ട് ADMK-യിലുള്ള ഒരു വിഭാഗം MLA-മാർ, അത് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള MLA-മാരാണ് ഇപ്പോൾ നിലവിൽ TVK പക്ഷത്തേക്ക് ചാരാനായി നിൽക്കുന്നത്. പക്ഷേ ADMK-യുടെ ഔദ്യോഗിക വിഭാഗം, അവരുടെ ഡെപ്യൂട്ടി ജനറൽ ആയിട്ടുള്ള KP മുനുസ്വാമി ഉൾപ്പെടെയുള്ളവർ TVK-യുമായിട്ട് സന്ധി ചേരാനുള്ള ആ ഒരു നീക്കങ്ങൾ, അത്തരം അഭ്യൂഹങ്ങളൊക്കെ വന്നത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ ഒരു വിമത വിഭാഗം ഇപ്പോഴും ADMK-യിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ADMK-യുടെ ഭാഗത്തു നിന്നൊരു വലിയ നീക്കം നടന്നത് ഇത്തരത്തിലുള്ള MLA-മാരെ പുതുച്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റുന്നതാണ്. ഏതാണ്ട് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 20ഓളം MLA-മാരെ പുതുച്ചേരിയിലുള്ള റിസോർട്ടിലേക്ക് മാറ്റിയതായിട്ടാണ് വിവരം. ഇത് ADMK-യുടെ ഔദ്യോഗിക വിഭാഗം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ MLA-മാരെ മാറ്റിയതെന്ന് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ TVK ഇത്തരത്തിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള ഒരു ഭയം കാരണമാണ് മാറ്റിയത് എന്നാണ് നിലവിൽ സൂചനകൾ ലഭിക്കുന്നത്. പിന്നെ VCK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ TVK-ക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. VCK-യുടെ ചില നേതാക്കളെങ്കിലും വിജയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് സജീവമായി തന്നെ പറയുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയിയാണ് തെരഞ്ഞെടുത്തത്, ആ ജനങ്ങളുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ പാടില്ല എന്ന് VCK-യുടെ ചില നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അവരുടെ ഒരു ഔദ്യോഗിക യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം VCK-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തുവരും. CPI CPM തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ നിലവിൽ DMK-യുടെ ഒപ്പം നിൽക്കാനാണ് ആലോചിക്കുന്നത്. അവർ പുറത്തുനിന്ന് TVK പിന്തുണയ്ക്കാനും ആലോചിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ടുള്ള ഒരു പിന്തുണയാണ് TVK തേടുന്നത്. അതിനുവേണ്ടി
ഇടത് എം എൽ എമാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ TVK വൃത്തങ്ങൾ. പക്ഷേ IUML നിലവിൽ TVKക്ക് പിന്തുണ നൽകില്ല എന്ന് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ 5 MLA-മാരുടെ പിന്തുണ കൂടി വരുമ്പോൾ TVKക്ക് ആകെ 112 MLA-മാരുടെ പിന്തുണയാണ് ആകുന്നത്. വിജയ് 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കുറച്ചാണ് 112 MLA-മാരുടെ പിന്തുണയുള്ളത്. ഇനി കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ 118 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. ഗവർണർ കഴിഞ്ഞ ദിവസം വിജയോട് ആവശ്യപ്പെട്ടത് 118 MLA-മാരുടെ പിന്തുണ കത്ത് സമർപ്പിക്കണമെന്നുള്ളതാണ്. നിലവിൽ 112 MLA-മാരുടെ പിന്തുണ കത്ത് സമർപ്പിച്ചിരുന്നു. ഇനി CPI-യുടെ 2, CPM-ന്റെ 2, അതുപോലെ VCK-യുടെ 2 MLA-മാരുടെ പിന്തുണ കൂടി തേടാനാണ് നിലവിൽ വിജയ് നീക്കം നടത്തുന്നത്. അതുപോലെ പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെ NDA പക്ഷത്തുള്ള ചില പാർട്ടികളുടെ പിന്തുണ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള ഇത്തരം പാർട്ടികൾ, അതായത് ഇടത് പാർട്ടികളും VCK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ മാത്രം പട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ തേടാനും TVK ആലോചിക്കുന്നുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വെടിവെച്ചു കൊന്നു. പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റായിയാണ് കൊന്നത്. പശ്ചിമ ബംഗാളിലെ BJPയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ആക്രമണം തുടരുകയാണ്. പാർവതി സത്യദേവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പാർവതി, സുവേന്ദു അധികാരി എന്ന് പറയുന്നത് BJPയുടെ ഒരു മുഖ്യമന്ത്രി മുഖം കൂടിയാണ് ബംഗാളിലെ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? അനുശ്രീ, ബംഗാളിൽ വ്യാപകമായ അക്രമം നടക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ BJP പ്രവർത്തകർക്ക് നേരെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. ബംഗാളിൽ BJP നേതാവും ബംഗാളിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുമുള്ള സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 4 ബൈക്കുകളിലായി എത്തിയ സംഘം വെടിയുതിർത്തത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രനാഥ് റായിയെ ഇവർ പിന്തുടർന്ന് എത്തിയാണ് വെടിവെച്ചത്. 2018 മുതൽ സുവേന്ദു അധികാരിക്കൊപ്പം ഈ കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റായിയുണ്ട്. BJPയിലെത്തിയ ശേഷമാണ് ഈ സുവേന്ദു അധികാരി BJPയിലെത്തിയ ശേഷമാണ് ഇദ്ദേഹം പേഴ്സണൽ അസിസ്റ്റന്റ് ആയത്. BJP നേതാക്കളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഇദ്ദേഹം. സുവേന്ദു അധികാരിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതും കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റായിയാണ്. ഒപ്പം ഇയാളെ കൊലപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യം നിഷേധിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ കടന്നു പോകുന്നത്. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂലാണെന്ന ആരോപണം BJP കടുപ്പിക്കുന്നുണ്ട്. ഒപ്പം സംഘർഷങ്ങൾക്കിടെ ബഷീർഘട്ടിലും BJP പ്രവർത്തകരെ വെടിയേറ്റിട്ടുണ്ട്. രോഹിത് റോയ് എന്ന ആൾക്കാണ് ഇവിടെ പരുക്കേറ്റത്. ഇയാൾ ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണുള്ളത്. പാർട്ടി പതാക ഉയർത്തുണ്ടായ തർക്കമാണ് ഈ വെടിവയ്പിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി ഗോത്ര രാജീവ് കോളനിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒപ്പം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. നേരത്തെ ഈ ആക്രമണങ്ങളിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചും വരികയാണ്. വൻ ഭൂരിപക്ഷം നേടി BJP ഈ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കനത്ത ആക്രമണമാണ് പശ്ചിമ ബംഗാളിൽ ഉടനീളം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണമൊക്കെ രൂക്ഷമായതെന്നാണ് ശ്രദ്ധേയം. BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗവും ഇന്ന് ബംഗാളിൽ ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ബംഗാളിൽ ക്യാമ്പ് എത്തും. ഇതിന് മുന്നോടിയായാണ്, ഇതിന് തൊട്ടു മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. അനുശ്രീ. ശരി, പാർവതി സത്യദേവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികത്തിൽ രാജ്യം 88 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ പൂർണ്ണമായി തകർത്തത്. വാർഷികം കണക്കിലെടുത്ത് അതിർത്തി പ്രദേശങ്ങളിലടക്കം കനത്ത ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പുതിയ ദൃശ്യങ്ങൾ പ്രതിരോധ സേനകൾ പുറത്തുവിട്ടു. ഇന്ന് ജയ്പൂരിൽ 1ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രതിരോധ സേനകളുടെ സംയുക്ത വാർത്താ സമ്മേളനവും നടക്കുന്നു.
टॉक एक साथ नहीं हो सकते। टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता। പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചയിൽ വൻ പുരോഗതി. US സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ ഇന്ന് മറുപടി നൽകിയേക്കും. ഇറാൻ സഹകരിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നല്ല രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Now we're doing well. Now we have to get what we have to get. If we don't do that, we'll have to go a big step further. But with that being said, they want to make a deal. We've had very good talks over the last 24 hours, and it's very possible that we'll make a deal. Yeah, please. ഇതിനിടെ പുതിയ നടപടിക്രമങ്ങൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്ന് IRGC അറിയിച്ചു. എന്നാൽ ഇറാൻ തീരത്തേക്ക് പോയ ഓയിൽ ടാങ്കർ US ആക്രമിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അത് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു സമാധാന കരാർ നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നേരത്തെ രണ്ട് കൂട്ടരും, അതായത് അമേരിക്കയും ഇറാനും ചർച്ചകളെ സംബന്ധിച്ച് യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാകാതെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു കൂട്ടരും ആദ്യഘട്ടത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്ക തങ്ങളുടെ ചില സമാധാന നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇറാൻ ഇപ്പോൾ നിലവിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലാണ്. ഇറാന്റെ ഉന്നതതല സമിതി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി ഈ വിഷയങ്ങൾ, അമേരിക്ക സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തങ്ങളുടെ പരിഗണനയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കും എന്നാണ് വിവരമുള്ളത്. മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ മുഖേനയായിരിക്കും ഇറാൻ തങ്ങളുടെ തീരുമാനം അമേരിക്കയെ അറിയിക്കുന്നത്. US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇറാൻ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്നാണ്. അതുപോലെ ഈയൊരു നടപടി ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറായി കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുമായി തുറക്കും. പക്ഷേ മറിച്ചാണെങ്കിൽ ഇറാന് മേൽ മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള ആക്രമണങ്ങൾ നടത്തും എന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. എന്തായാലും വിഷയത്തിലുള്ള തീരുമാനം ഇറാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ ആണവ വിഷയം ഉൾപ്പെടെ ഒരു സന്ധിയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ഇതിനു മുൻപേ ആണവായുധം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഇറാന് നൽകണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക ഇപ്പോഴും ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ നിയന്ത്രണം എന്നുള്ള ഒരു കാര്യം കൂടി അമേരിക്ക തള്ളിക്കളയുന്നുണ്ട്. ഇപ്പോൾ IRGC അടക്കം ഈ ഹോർമുസ് കടലിടുക്കിലുള്ള നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കപ്പലുകൾക്ക് മേഖലയിലൂടെ കൂടുതൽ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം എന്നാണ് IRGC ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ ഉപരോധം ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ട്. ഒരു ഇറാനിയൻ കൊടിയുള്ള കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ കപ്പലായിട്ടുള്ള MT ഹസ്നയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതൊരു ഓയിൽ ടാങ്കറാണ്. ഈ കപ്പൽ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ കപ്പലിന് നേരെ ഈ ഒരു US-ന്റെ ഉപരോധം കാരണം അവർ നിരവധി തവണ ഈ കപ്പൽ നിർത്തണം എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പക്ഷേ ഈ സന്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇറാൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത്. ഈ കപ്പലിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഇതിന്റെ ഒരു എണ്ണ ചോർച്ചയുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ഈ കപ്പൽ US-ന്റെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്ന് പിന്മാറി എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.
Seal ulage kulak. Boro rule and seal. ചേട്ടാ തിളങ്ങി ഇന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. കാലങ്ങളോളം നിൽക്കും. Real time, on the go. India chooses Network 18, commanding a whopping 80% of social audience. We don't just define the category, we are the category. And when news breaks, India logs into Network 18. ലൈംഗികാതിക്രമ കേസിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി സംവിധായകൻ രഞ്ജിത്ത്. എറണാകുളം ജില്ല വിട്ട് പുറത്തുപോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മാന്നാർ കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് വേനൽ മഴ ശക്തിപ്പെട്ടത്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരും. മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. അസുഖബാധിതനായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വോളി താരം മനു ജോസഫ് സഹോദരനാണ്. സംസ്കാരം നാളെ പയ്യാവൂരിൽ നടക്കും. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ പേരിൽ ആടിന്റെ തലയെറുത്ത് പ്രദർശിപ്പിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ തിരൂർ പോലീസ് കേസെടുത്തു. യൂത്ത് ലീഗ് പെരുന്നല്ലൂർ വാർഡ് സെക്രട്ടറിയും തൃപ്രങ്ങോട് പഞ്ചായത്ത് ഭാരവാഹിയുമായ കുരിക്കൾപ്പടി മച്ചിങ്ങൽ റാഫി, ലീഗ് പ്രവർത്തകൻ പെരുന്തല്ലൂർ വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് കേസ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിലാണ് UDF ആഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകൻ ആടിന്റെ തലയെറുത്ത് പ്രദർശിപ്പിച്ചത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട് പെരുന്നല്ലൂർ അങ്ങാടിയിലായിരുന്നു സംഭവം. പരസ്യമായി ആടിന്റെ തലയെറുത്ത് ചോരയിട്ടുന്ന തല ലീഗിന്റെ കൊടിമരത്തിൽ കെട്ടി പ്രദർശിപ്പിക്കുകയായിരുന്നു. വലിയ ഭൂരിപക്ഷങ്ങൾ നൽകുന്നത് വലിയ ഉത്തരവാദിത്തങ്ങളാണെന്ന് വേങ്ങരയിലെ നിയുക്ത MLA KM ഷാജി. പാർട്ടി മന്ത്രിസ്ഥാനം നൽകിയാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കട്ടെയെന്നും KM ഷാജി ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ വലിയ പ്രതീക്ഷയോടെയാണ് UDFനെ ജനം വിജയിപ്പിച്ചിട്ടുള്ളതെന്നത് മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. LDF എങ്ങനെ തകർന്നു എന്നതുകൂടി മനസ്സിൽ വെച്ച് വേണം UDF മുന്നോട്ടു പോകാനെന്നും KM ഷാജി കൂട്ടിച്ചേർത്തു. വേങ്ങരയിലെ നിയുക്ത MLA ശ്രീ KM ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാജിക്ക, വേങ്ങരയിലെ കന്നി അംഗത്തിൽ തന്നെ മികച്ച വിജയം നേടിയാണ് നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു മത്സരഫലത്തെ കാണുന്നത്? അല്ല, വേങ്ങരയിൽ മാത്രമല്ലേ, കേരളത്തിൽ 102 സീറ്റുകളിലും പിന്നെ UDFൻ്റെ ഗംഭീരമായ പെർഫോമൻസാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഇറങ്ങിപ്പോരുന്നത് മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചു, ടാർഗറ്റ് ചെയ്ത് വേട്ടയാടി. പക്ഷേ അതിലൊക്കെ പിന്നെ രക്ഷപ്പെട്ടു വരുന്നത് നിയമപരമായിട്ടാണ്. പക്ഷേ ജനങ്ങളുടെ കോടതിയിലും ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം. പക്ഷേ എന്തായിരുന്നോ ഞങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ളൊരു രാഷ്ട്രീയം, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, അത് പ്രതിപക്ഷ നേതാവാകാം, ഞങ്ങളുടെ ലീഗിൻ്റെ രാഷ്ട്രീയമാവാം, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അത് അച്ചട്ടാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കേരളത്തിൻ്റെ സമൂഹം മാത്രമല്ല ഏറ്റെടുത്തത്. CPMനകത്തുള്ള ഹാർഡ് കോർ CPMകാരായ ആളുകൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് പാർട്ടിക്കെതിരെ മത്സരിച്ച് നിയമസഭയിലേക്ക് കയറിപ്പോകുന്ന വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. ജയിച്ചു എന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ നമ്മളുടെ ആശയങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള സന്തോഷമാണ്. മറുവശത്ത് CPMൻ്റെ നേതാക്കളൊക്കെ ഇത് വർഗീയതയെ കൂട്ടുപിടിച്ചുള്ള വിജയമായിട്ടാണെന്ന വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, ന്യായീകരിച്ചു തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള പരാമർശങ്ങളെ കാണുന്നത്? അതാ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം ബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ പതുക്കെ വെളിവ് വന്നു തുടങ്ങും, ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. വിജയരാഘവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി AK ബാലൻ്റെ താത്വികമായ വിശദീകരണം വരാനുണ്ട്. MM മണിയുടെ ഇന്നലെ വന്നു കഴിഞ്ഞു. ഓരോരുത്തരങ്ങനെ ബോധം വരുമ്പോൾ പുതിയ കണക്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ത് കണക്ക് പറഞ്ഞാലും
മറ്റേ സന്ദേശത്തിൽ ചോദിക്കണില്ലേ തോറ്റത് എന്തുകൊണ്ട് എന്ന് അവർ പരിശോധിക്കുകയാണ് അതിനകത്ത് വേണ്ടത്. കണക്കുകളുടെ വിശദീകരണമല്ല. ഇനിയും കേരളത്തിലെ പുതിയ നമ്മളുടെ കുട്ടികളെ, ഈ പുതിയ തലമുറയിലെ ആളുകളെ ഈ വളരെ പഴയ കാലത്തുള്ള സിനിമകളിൽ എന്താ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ ഇറങ്ങിയ സിനിമകളുടെ കാലത്തുള്ള രാഷ്ട്രീയം കൊണ്ടൊന്നും തടുക്കാനാവില്ല. അവർക്കും ആവില്ല, നമുക്കും ആവില്ല. അല്ലാതെ ഇത് CPM മാത്രമുള്ള വാണിങ്ങൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കേരളത്തിൽ ജയിച്ചു വന്ന UDF കൂടിയുള്ള വാണിങ്ങാണ്. തോറ്റ CPM മാത്രമല്ല, അത്രമേൽ അവെയറാണ് ഇവിടുത്തെ പുതിയ തലമുറ, പുതിയ രാഷ്ട്രീയം, പുതിയ സമൂഹം. നേതാക്കന്മാരുടെ ശരീരഭാഷ, അവർ പറയുന്നത്, അവരുടെ ഓരോ വാക്കുകൾ പോലും ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേട്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതിനോട് ഒരു എതിർപ്പ് തോന്നി എന്നുള്ള തരത്തിലേക്കാണ്. ഈ ജെൻസിയുടെ ഒരു മാറ്റം ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഒരു ഫ്ലക്സിന് 10,000 വോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഫ്ലക്സിന് ഏകദേശം 10,000 വോട്ടിൻ്റെ മാറ്റമാണ് UDF അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ജെൻസി ഗ്രൂപ്പിൻ്റെ ഒരു മാറ്റം, ഞാൻ ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരെയും കൈപിടിച്ച് പോയ ഒരാളെന്നുള്ള നിലക്ക് എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്. നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നേർക്ക് നേരെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. ചെറിയ കുട്ടികൾ, അവർ ഈ രാഷ്ട്രീയ പന്തയങ്ങളിൽ കക്ഷികളാണ്, അവർക്ക് ഈ രാഷ്ട്രീയ സംവാദങ്ങളിൽ അവർ കക്ഷികളാണ്, അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്, അവർക്ക് രാഷ്ട്രീയമല്ല പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്, അവർ ആ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അത്ഭുതകരമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ ബോധം. ഈ പലരും പറയാറുണ്ട് ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധമില്ല, അവരിങ്ങനെ കളിച്ചിരിക്കുകയാണ്, അവർക്ക് തോന്നും. പക്ഷേ പഴയ തലമുറയിലെ ആളുകളെക്കാൾ ജാഗ്രവത്തായിട്ടുള്ള ഒരു പുതിയ തലമുറ നമ്മൾക്കിടയിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, നല്ല നിരീക്ഷണങ്ങളുള്ള, റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അത് ഞാൻ വീണ്ടും പറയണത്, അത് മനസ്സിലാക്കേണ്ടത് തോറ്റുപോയ ഇടതുപക്ഷം മാത്രമല്ല, ജയിച്ച UDF ആണ്. തോറ്റ CPM-നും ഇടതുപക്ഷത്തെക്കാൾ വലിയ റിസ്ക്കാണ് ഇത്രയും ഭാരിച്ച അല്ലെങ്കിൽ ഭീകരമായ ഒരു ജയം സമ്മാനിച്ച UDF-നുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. രണ്ടാമതൊരു പ്രശ്നം കൂടി ഞാൻ പറയാം. നമ്മളെല്ലാ കണക്കുകൾ കൂട്ടിയാലും 50 സീറ്റ് ഉറച്ച സീറ്റുള്ള പാർട്ടിയായിരുന്നു ഡീലിമിറ്റേഷന് ശേഷം ശരിക്കും CPM എന്ന് പറയുന്നത്. അപ്പം അതൊന്നും അങ്ങനെ പ്രതീക്ഷയല്ല, ഉറച്ച ഒരു സീറ്റ് ആർക്കുമില്ല. അതിനി എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോൾ വേങ്ങരയൊക്കെ ഞാനിപ്പോൾ നമ്മളൊക്കെ കൊടുത്ത ക്യാപ്ഷനൊക്കെ ഉണ്ട്, എന്താണ് ഉരുക്ക് കോട്ടയുടെ, അങ്ങനെ ഒരു കോട്ട അവിടെ ഇല്ല. ജനങ്ങളുടെ കൂടെ ഉണ്ടോ അവരുണ്ടാവും. ഞാനൊക്കെ എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇങ്ങനെ പറ്റുന്നു എന്നുള്ളത്, അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. തോൽവി എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല സത്യത്തിൽ. അത് CPM-നും തിരിച്ചറിയേണ്ട കാര്യമാണ്. ഞാനൊക്കെ തോറ്റുപോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷേ തോൽവിയിൽ നിന്ന് പഠിക്കാനുള്ള മര്യാദ കാണിക്കണം. അതല്ലാതെ ഈ പറയുന്ന പോലത്തെ ഈ ന്യായീകരണങ്ങളും വർഗീയതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതല്ല അതിൻ്റെ ലക്ഷ്യം. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അത് സത്യത്തിൽ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ ഒന്ന് UDF-നൊപ്പം നിൽക്കാൻ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ലേ? രാഷ്ട്രീയത്തിലെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് കഴിഞ്ഞ 4-ാം തീയതി പൂർത്തീകരിച്ചത്. ഒരുപാട് ചോദ്യങ്ങളുടെ, വെള്ളാപ്പള്ളിയുടെ ആശങ്കകളുടെയും ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കൂടി 4-ാം തീയതി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ബാലാന്നല്ലാതെ വേറൊന്നും അതിനോട് പറയാനല്ലേ. അദ്ദേഹം ഈ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിയിട്ടുള്ള റെലവൻ്റായ സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ചോദ്യം, വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയത വാർത്തയാവുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ട്. അത് മീഡിയകൾക്കും കേൾക്കുന്നവർക്കുള്ള സന്തോഷമുണ്ട്. പക്ഷേ അയാൾ കേരള രാഷ്ട്രീയത്തിലെ അടിസ്ഥാന സമൂഹത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധിക്കുന്നു പറയുന്ന കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഈ ജീവൽ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ഉയർത്താതിരിക്കുന്നത് തന്നെയാണ് ഈ തിരിച്ചടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.